ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ തുടക്കത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുവരേക്കും വളരെ എന്താ പറയുക മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട്. പരിചയപ്പെട്ടിരുന്ന ഒരു ആളല്ലായിരിക്കും പിന്നീട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെ സ്വഭാവവും മുഖങ്ങളും പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അത് നിങ്ങളെ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുണ്ടായിരിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും നുണ പറയുന്നതോ അല്ലെങ്കിൽ അവരൊന്ന് ആ ഒരു വിളിക്കുന്ന സമയത്ത് വിളിക്കാതാവുമ്പോഴോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പരിഭ്രാന്തി ആയിരിക്കും. എന്തുകൊണ്ട് അവർ വിളിച്ചില്ല, എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല, റിപ്ലൈ വൈകുന്നു, എന്തുകൊണ്ട് ഇത്ര നേരമായിട്ടും റിപ്ലൈ വൈകുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു ആകുലത നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു മരണതുല്യമായിട്ടുള്ള വേദനയാണ് പ്രദാനം ചെയ്യുന്നത്. അത്രമാത്രം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിൽ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊന്നും ചോദിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ ഒരു കാര്യത്തിൽ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, വിളിക്കണം, അത് കണ്ടറിഞ്ഞ് നാച്ചുറലായിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ നിങ്ങളത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കുന്ന രീതി അല്ലെങ്കിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ വ്യക്തമാക്കുന്നില്ല അവരുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. ഏറെക്കുറെ പേരിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഏറെക്കുറെ പേരിലും, എല്ലാവരിലും എന്നല്ല ഞാൻ പറയുന്നത്. സോ അവരുടെ ഈ ഒരു ബന്ധത്തിൽ അവർ ഏറ്റവും കൂടുതലും എംപറർ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്ത് മെസ്സേജ് അയച്ചില്ല, എന്ത് വിളിച്ചില്ല, ആദ്യമെല്ലാം അവർക്ക് ഓക്കെ ആയിരുന്നു ആ ചോദ്യവും പറച്ചിലും. പിന്നെ അവർക്കത് ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി. ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്തുണ്ടായിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ തീരുമാനം ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഏറെക്കുറെ പേരിലും കാണിക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് എന്താ പറയുക, റിലേഷൻഷിപ്പിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതത്ര ഭംഗിയായിട്ട് പോകുന്ന റിലേഷൻഷിപ്പായിട്ടും കാണിക്കുന്നില്ല. സോ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിൽ ആ വ്യക്തി അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത്. സോ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡും വന്നിട്ടുണ്ട്, ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്, എംപറർ കാർഡും വന്നിട്ടുണ്ട്. ആ പേഴ്സൺ ഇവിടെ ജഡ്ജ്മെൻറ്റിലാണെങ്കിലും ജസ്റ്റിസിലാണെങ്കിലും അറ്റ് ദ സെയിം ടൈം എംപറർ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യുന്നതും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, അതായത് അവർ വിളിച്ചില്ല, മിണ്ടിയില്ല, അവരിപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹമില്ല എന്നൊക്കെ കാണിക്കുന്ന മനോഭാവങ്ങൾ അല്ലെങ്കിൽ ചില നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് റെസ്പോൺസുകളും കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഏറെക്കുറെ പേർക്കും നോ കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ചിലരുടെ കേസസുകളിൽ നല്ല ബ്ലോക്കേജസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗ്രാജുവലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡിൽ യെസ്, അതെന്തായാലും നിങ്ങളെ അനുകൂലമായിട്ട് വരുന്ന തീരുമാനം തന്നെയാണ്. ഓക്കെ, കാരണം ഇവിടെ 9 ഓഫ് സോഡ്സ് എനർജി റിവേഴ്സ് ആണ്, 7 ഓഫ് വാൺസ് ആൻഡ് 7 ഓഫ് കപ്സ് ഇതെല്ലാം അപ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ആക്ച്വലി പറയുവാണെങ്കിൽ ആ പേഴ്സണ് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ആ പേഴ്സണ് വേണമെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് അവർ എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. ഓക്കെ, ജസ്റ്റിസ് കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവരോടൊപ്പം അവർക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും അവർ വേറെ ഒരു സിറ്റുവേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അതർ സൈഡ് നിങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ വേണം എന്നുള്ളൊരു
ഇത് അവരെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന ആ ലവ്, കെയർ, സപ്പോർട്ട് അത് വേറൊരാളിൽ നിന്നും ആ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല. അവർക്കറിയാം നിങ്ങളെന്ന വ്യക്തി മാത്രമേ അവരെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. ആ സ്നേഹം, ആ ഒരു എന്താ പറയുക, നമുക്കുണ്ടാവില്ല എത്ര നല്ലൊരു സ്നേഹം ഒരു സമയത്ത് കിട്ടിയിരുന്നൊരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വേദനകൾ പിന്നീട് അത് ഉണ്ടായിട്ടും ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ആ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ പിന്നീട് എത്ര ടോക്സിസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് പോലും നിങ്ങൾ അത് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അവർക്കും ആ ഉണ്ടായിരുന്ന ആ സമയത്ത് ലവ്, കെയർ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നും അവരവരുടെ ലൈഫിൽ വേറെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അതൊരിക്കലും അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നതുമല്ല. എത്രയൊക്കെ നോട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളും അവരും വീണ്ടും വീണ്ടും തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അവരുടെ അടുത്തിട്ടുള്ള തീരുമാനം കുറച്ചൊന്നൊരു എംപറർ എനർജിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല, അവരായിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് പേര് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അവരുടെ ഈ ഒരു ക്വസ്റ്റ്യനിങ് മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലും ഭയങ്കരമായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സ്വഭാവവും ഒന്ന് കുറയട്ടെ, എന്നിട്ട് പോകാം. ആ ഒരു അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കട്ടെ, എന്നിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്ന കുറച്ച് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് എൻ്റെ ഒരു വാല്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങളും മനസ്സിലാക്കണം, അവരും മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഒരു സപ്രഷൻ വന്നിട്ടുള്ളത്. സോ അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അവർ എന്താ പറയുക, 9 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ റിവേഴ്സും 8 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ അപ്രൈറ്റുമാണ് വന്നിട്ടുള്ളത്. സോ അവർ മറ്റ് പലതിനേക്കാളും കൂടുതൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് കാണുന്നത്. പക്ഷേ ഇവിടെ 7 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ബ്ലോക്കേജസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബ്ലോക്കേജസ് അവിടെ കാണിക്കുന്നുണ്ട്. അത് ചില ഈഗോ കാര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഏറെക്കുറെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ എന്താ പറയുക കാത്തിരിക്കാവുന്നതാണ് ആക്ച്വലി. പക്ഷെ ആ കാത്തിരിപ്പ് വളരെ എന്താ പറയുക, ഓരോ നിമിഷവും അവരെക്കുറിച്ച് ചിന്തിച്ച് അവർ വരും എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളാം. ഓക്കെ, ആ ഉറപ്പാണ് നിങ്ങളിലേക്ക് അയാൾ തിരികെ കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കാം. ഉറപ്പ് അവിടെ മനസ്സിൽ വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിന്ന് റീഡിങ് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്.